പറഞ്ഞ പോലെ ഇവിടെ ഒന്നും പാവപ്പെട്ടവരെ കാണുന്നില്ല. ഉണ്ടാവൂടാ, നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ടി വരും. അത് ശരിയാ, തേടി തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ ഈ കൊച്ചിയിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു നല്ല പാവപ്പെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കോടൊക്കെ എത്ര നല്ല പാവപ്പെട്ടവർ. ഇവിടെയൊക്കെ പാവപ്പെട്ടവരുണ്ട്, പക്ഷെ ഈ ഡ്രസ്സിന്റെ പച്ചപ്പന് നമ്മൾ വിചാരിക്കും പണക്കാരെന്ന്. ഏതായാലും ഇവിടെ ഒന്നുമില്ല, ഇനി വേറെ എവിടെയും പോയി നോക്കാം. നേരെ പാവപ്പെട്ടവൻ. നല്ല ഐശ്വര്യമുള്ള പാവപ്പെട്ടവൻ. അളിയാ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. പ്രശ്നമില്ല, കിട്ടി. നിന്റെ ഈ സഹകരണ റോഡിന്റെ ഭാഗത്ത് ഏതെങ്കിലും പാവപ്പെട്ടവന്മാരുണ്ടോ ചോദിക്കാൻ വേണ്ടി വിളിച്ച. കുഴപ്പമില്ലടാ, കിട്ടി. ദേ, ചാടിക്കറി പൈസ ഒന്നും കൊടുത്തു കളയരുത്. അയാൾ പാവപ്പെട്ടവനാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, വാ. വളരെ പാവപ്പെട്ട ആളാണല്ലേ? അതെ, എന്താ കാര്യം? അല്ല, എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ താങ്കളെ പോലത്തെ ആൾക്കാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് പിന്നെ ഈ മേഖലയുള്ളവരൊക്കെ എങ്ങനെയൊക്കെ പച്ച പിടിച്ച് രക്ഷപ്പെട്ടു പോയി. അപ്പൊ ചേട്ടൻ എന്താ രക്ഷപ്പെട്ടു പോവാഞ്ഞേ? അത് വേറൊന്നുമല്ലേ, കേരളത്തിൽ ഇപ്പൊ പാവങ്ങളെ സഹായിക്കുന്ന ട്രസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അവര് തമ്മിൽ ഭയങ്കര മത്സരമാണല്ലോ. അതിപ്പോ ട്രസ്റ്റിലേക്ക് പാവപ്പെട്ടവരെ എടുക്കണമല്ലോ അഗതികളായിട്ട്. അങ്ങനെ അഗതികളെ ട്രസ്റ്റിലേക്ക് എടുത്തെടുത്ത് ഈ സിറ്റിയിൽ അഗതികളില്ലാതായി. അപ്പോൾ അഗതിയൊക്കെ ഡിമാൻഡായി. ഇപ്പം നല്ലൊരു അഗതിയെ കിട്ടണമെങ്കിൽ ഏകദേശം 1-2 ലക്ഷം രൂപ ചിലവുണ്ട്. അത് മാസാമാസം കൂടുന്നുണ്ട്. അത് നല്ലൊരു തുകയായ ഞാൻ എവിടെയെങ്കിലും സൈഡാകും. നല്ല ജനറൽ നോളജ് ഉള്ള അഗതിയല്ലേ? അല്ല, പാവപ്പെട്ട ആളല്ലേ? അതെ, എന്നാ കൊടുത്തേക്കാം. യെസ്. ആ ചേട്ടാ, ഞങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു 10-30,000 രൂപ കൊടുക്കാന്ന് വിചാരിക്കുക. ഓ, ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നാ പിന്നെ വൈകിക്കണ്ടേ, നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. സാറാ, ക്യാഷ് ഒരു മിനിറ്റ് തരാം. ഈശ്വര, ഈ പാവപ്പെട്ടവൻ ഈ 30,000 രൂപ വെച്ച് വലിയ ബംഗ്ലാവ് പണിയണേ. സ്വാഹ. ഈശ്വര, അത് നീയായിരുന്നോ? കിടക്കുന്നു. എന്താ കാശ് പിടിച്ചോളാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിത് എണ്ണി തീർത്തിട്ടേ പോവുള്ളൂ. ആയിക്കോട്ടെ. 30,000 ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എണ്ണുമ്പോ കുറഞ്ഞാലോ? ഇല്ല, ഞങ്ങള് 2-3 പ്രാവശ്യം എണ്ണിയതാ. എന്നാലും അങ്ങനല്ലല്ലോ, ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അത് ചൊല്ലല്ലേ, നടക്കുന്ന കാര്യം വലുതാണോ? എന്നാ ശരി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഞാൻ എണ്ണുന്നില്ല. എനിക്ക് ആരുടെ ഓശാരമൊന്നും വേണം. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം. അയ്യോ, അതൊന്നും വേണ്ട. എന്റെ ഒരു സന്തോഷത്തിനല്ലേ സാറാ, എന്തെങ്കിലും വാങ്ങാം. നിന്റെ കാശല്ലേ, നീ പറ. എന്നാ ഒരു കോള വാങ്ങാം. എന്നാ ശരി, വരൂ. എന്തായാലും അതൊഴിവായി കിട്ടിയില്ലേ? കർത്താവേ, എന്താ കോളയുടെ ധമാക്ക ഓഫർ 1 ലക്ഷം രൂപ കിട്ടിയടാ. 1 ലക്ഷം രൂപയാ? ഈശ്വരൻ തരാൻ തുടങ്ങിയപ്പോ ഒരു മര്യാദ ഇല്ലാതെ തരാണോ? അയ്യോ, അത് പിന്നെ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നുള്ള ശരിയാ. അത് പിന്നെ എത്ര വർഷം മുമ്പാ? അപ്പൊ നീ പണ്ടേ ഇത്രയും നോട്ടിയായിരുന്നു അല്ലേ? അല്ല, നമ്മൾ ആദ്യമായിട്ട് എവിടെന്ന കണ്ടുമുട്ടിയത്? കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, പറയട്ടെ. പറ, എനിക്ക് കേൾക്കണം. അനു, ദിസ് ഇസ് ലിമിറ്റ്. മതി, നിർത്ത്, ഞാൻ പോവാ. എന്താ ടോണി ഇത്? ഇതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് അത്ര രസമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ വന്നത് ടോണിമോന് ഇഷ്ടായിട്ടില്ല അല്ലേ? ആ, ഇല്ല. ആ, പിന്നെ നിന്റെ കാശ് ഞാൻ തന്നേക്കാം. അതും പറഞ്ഞ് നീ എന്റെ കോഫി ഷോപ്പിൽ വന്ന് എന്റെ സ്വസ്ഥത എടുത്താ നോക്കിയാ. ടോണി, നീ എന്താ ഇങ്ങനെ? ഇവള് വന്നത് എങ്ങനെയാ നമുക്ക് ശല്യാവുന്നേ? ഈ കുട്ടി വന്നില്ലായിരുന്നേ നമ്മൾ ഇന്ന് അവിടെ ഇരുന്നേനെ, ബില്ലും കൊടുക്കാണ്ട് ജോബി വരുന്നേരെ. ഇത് വളരെ ചീപ്പാണ്. അല്ലെങ്കിൽ ഈ സാധനം എന്ന് വന്നാലും ഞാൻ ചീപ്പാകാറുണ്ട്, അല്ല ചീഞ്ഞളിയാറുണ്ട്. അനു ഇതിന് വട്ടാണ്. മതി ടോണി, നീ ഇനി കൂടുതൽ പറയാൻ നിൽക്കണ്ട. നിനക്ക് വരണമെങ്കിൽ വരാം, ഞാൻ ഇവളുടെ കൂടെ പോവാ. തടീന് ഇതോടെ പോയി കിടക്കും. ടോണി, അളിയാ തെളിവിളിക്കല്ലേ പ്ലീസ്. ഞാനെത്തി. എന്താ കാര്യം പറ. എടാ, ഞാനും അനുവും സംസാരിച്ച് മാറ്ററിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോഴാ നാശം വന്നു വിട്ടത്. ആര്?
ചിഞ്ചു. ദൈവമേ. എന്നിട്ട് സാധനം അവിടെ? ദേ പോണു. ഓ ഗോഡ്. ഡാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ എങ്ങനെയെങ്കിലും അതിനെ എൻ്റെ കൂടെ കയറ്റി വിടാം. അവൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും. ഇല്ലെങ്കിൽ ആ നാശം എന്തേലും പണി ഒപ്പിക്കും. വാ കേറ്. ഓക്കെ, വാ വിടാം. നീ അത് മൈൻഡ് ചെയ്യാനൊന്നും നിക്കണ്ട. ചിഞ്ചു, നിന്റെ പപ്പ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്യാം. പെട്ടെന്നേ. പാവം പപ്പ. എനിക്ക് ഉടനെ കോഫി ഷോപ്പിലേക്ക് ആ പോണം. വേഗം പോ. നേരെ ഒന്ന് കൊണ്ടുവിട്. പിന്നെന്താ? വാ കേറ് കേറ്. പോട്ടെ. യാത്ര ബസ്സിലൊക്കെ പിന്നെ കേറും. വേഗം പിടിച്ചിരുന്നോണേ. ഓക്കെ, വിട്ടോ 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 വിട്ടോ. രക്ഷപ്പെട്ട്. ഈ പപ്പമാരുടെയൊക്കെ ഒരു കാര്യം അല്ലേ. അപ്പ നീരജ്, അവര് തമ്മിൽ എന്താ? ആര് തമ്മില്? അനു ടോണിയും തമ്മിൽ. അവര് തമ്മില് വലിയ ലവ് അല്ലേ? കല്യാണം കഴിക്കാൻ പോവാ. രോഹിച്ച് സമ്മതിച്ചോ? എല്ലാരും സമ്മതിച്ചു. ഇനിയെങ്കിലും അവനെ ഒന്ന് വിട്ടൂടെ നിനക്ക്? നല്ല കുട്ടിയ, അത് നടക്കട്ടല്ലേ. ഞാൻ എന്തിനാ വെറുതെ അതിന്റെ ഇടയ്ക്ക്? എന്താ എന്താ പറഞ്ഞേ? ടോണി മോൻ ഇഷ്ടാണെങ്കിൽ അത് നടക്കട്ടല്ലേ നീരജ്? എന്താ ഇപ്പൊ എങ്ങനെ നീ? നമുക്ക് മാറിക്കൊടുത്തേക്കാം. പപ്പ ഒന്നും വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. അവർക്ക് ശല്യമാവാതിരിക്കാൻ ഞാൻ സ്വയം മാറിക്കൊടുത്തതാ. അവര് തമ്മിൽ നല്ല ചേർച്ച. ഇനി ഞാൻ ടോണി മോനെ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എത്ര കാലമായി ഇത്. പപ്പയോട് ഞാൻ എന്താ പറയാ? നീ ഇനി വിഷമിക്കണ്ട. നിന്റെ കൂടെ ഞാനുണ്ട്. അവൻ അനുവിനെ ട്രാക്ക് ആക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ ഇത്ര അവനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനിനി നിന്റെ കൂടെ തന്നെ ജീവിച്ചാ മതി. പറയുന്ന നീരജ, കളി ഞാൻ കാണിച്ചു തരാം. അവനെന്നെ വേണ്ട നീരജ്. എനിക്ക് ഞങ്ങക്ക് ഇനി തൊട്ട് നീ ടോണിയുടെ പെണ്ണ. അപ്പോളോ നീ ധൈര്യത്തോടെ മുന്നോട്ട് വെക്കും. ബാക്കി ഞാൻ നോക്കിക്കോളാം. പഞ്ചാര കുഞ്ചു ടോണി മോനെ, ഇനി കാണിച്ചു തരാടാ കളി.